ഇപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ റെഗ്നീർ ഒരു ഏൻഷ്യൻ വെപ്പണാണെന്ന്. ഫോർത്ത് ഏൻഷ്യൻ വെപ്പൺ എന്ന് വരെ റെഗ്നീറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന് മാത്രം റെഗ്നീറിന് ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അനുബന്ധിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. അതിന് പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ ഈ വീഡിയോ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വീഡിയോ വെറുതെ ലെങ്ത് ആക്കുകയുള്ളൂ. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, ഈ റാഗ്നീറിനെ ഇപ്പോൾ 2-3 ചാപ്റ്റർ ആയിട്ടാണ് നമ്മുടെ സ്റ്റോറിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും ഈ റാഗ്നീറിന് വളരെ അധികം പവർ തന്നെ കാണിക്കുന്നുണ്ട്. വെറും 2 ചാപ്റ്ററുകളിൽ നിന്നും മാത്രമായിട്ട് ഈ റാഗ്നീർ എന്ന് പറയുന്ന വെപ്പണിന് കിട്ടിയിട്ടുള്ള ഹൈപ്പ് അത്രയ്ക്കാണ്. ആദ്യം നമുക്ക് ആ ഹൈപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റൊന്നുമല്ല, 800 വർഷത്തോളം ഏകദേശം നമ്മുടെ എൽബാഫിലെ ലെജൻഡറി ഡെവിൾ ഫ്രൂട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വന്നത് ഈ റാഗ്നീർ എന്ന് പറയുന്ന ഈ ഒരു ഹാമറാണ്. നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ ഈ ഹാമർ വെറും ഒരു ഹാമറല്ല. ഈ ഹാമർ ഒന്നെങ്കിൽ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ക്വയറിൽ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഈ ഹാമറിൻ്റെ പവർ കിട്ടിയതും ആവാം. ഈ ഹാമർ വെച്ച് നമ്മുടെ ലോക്കിക്ക് ലൈറ്റ്നിങ് സമൺ ചെയ്യാനും പറ്റും. ഈ 800 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ എൽബാഫിൽ എത്രയും ജയൻസ് ഉണ്ടായിട്ടുണ്ടോ ആ ജയൻസിനേക്കാളും ഒക്കെ പവർഫുൾ ആയിരുന്നു ഈ റാഗ്നീർ എന്ന് പറയുന്ന വെപ്പൺ. അത് നമ്മുടെ ഹെറൾഡ് തന്നെ ആയിക്കോട്ടെ. എന്താണെന്ന് വെച്ചാൽ ഹെറൾഡ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഈ ഡെവിൾ ഫ്രൂട്ട് കഴിക്കാൻ പറ്റുമെന്ന്. അതും നമ്മുടെ ഇമൂസമ്മയുടെ പവർ കിട്ടിയതിന് ശേഷം മാത്രം. അത് ഹെറൾഡ് തൻ്റെ കൺട്രോളിൽ നിന്നല്ല പറയുന്നത്. എന്നാലും നമ്മുടെ ഇമൂടെ പവർ കിട്ടിയതിന് ശേഷം മാത്രമേ ഹെറൾഡിന് ആ ഡെവിൾ ഫ്രൂട്ട് കഴിക്കാൻ പറ്റൂ എന്നായിരുന്നു ഹെറൾഡ് വിചാരിച്ചിരുന്നത്. അതിനർത്ഥം ഈ ഡെവിൾ ഫ്രൂട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ റാഗ്നീർ എന്ന് പറയുന്ന ഈ ഒരു ഹാമറിനെ ഡിഫീറ്റ് ചെയ്യേണ്ട പവർ നമ്മുടെ ഹെറൾഡിന് ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ ഹെറൾഡും റോക്സും ഏകദേശം സെയിം പവർ ലെവലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഹെറൾഡ് പോലും ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ റാഗ്നീർ അവിടെ ഉള്ളത് കൊണ്ട് ആ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളെ റാഗ്നീറിനെ നമ്മൾ ഇതുവരെ വൺ പീസ് കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സിനേക്കാളും പവർഫുൾ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ റാഗ്നീർ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇമൂടെ കൺട്രോളിലായിട്ടുള്ള നമ്മുടെ റോക്സ് ഡി സെവക്കിനെ, അത് ഇമ്മോർട്ടാലിറ്റിയുള്ള റോക്സ് ഡി സെവക്കിനെ നമ്മുടെ ലോക്കി ഡിഫീറ്റ് ചെയ്യുന്നത്. അത് ഒറ്റയൊരടിക്ക് തന്നെ നമ്മുടെ ഹെറൾഡ് പല കഷ്ണങ്ങളായി തെറിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നത് നമ്മുടെ റാഗ്നീർ ഓവർ പവർഡ് ആയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കി ആ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിക്കാൻ ഡെസ്റ്റിൻഡ് ആയതുകൊണ്ട് നമ്മുടെ റാഗ്നീർ നമ്മളെ ലോക്കിനെ ചൂസ് ചെയ്തതാണോ അതുവരെയുള്ളവരൊക്കെ റിജക്റ്റ് ചെയ്തതാണോ എന്നൊന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ നമ്മുടെ റാഗ്നീർ അത്രമാത്രം പവർഫുൾ ആണ്. നമുക്കൊരു ഏൻഷ്യൻ വെപ്പൻ്റെ കൂടെ തന്നെ ഒരു പക്ഷേ നമ്മളെ റാഗ്നീറിനെ നമുക്ക് വെക്കാൻ കഴിഞ്ഞേക്കും. നമുക്കറിയാം, നമ്മുടെ ഏൻഷ്യൻ വെപ്പൺ വെച്ച് ലോകം നശിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലോക്കിയുടെ ഡെവിൾ ഫ്രൂട്ടിനെ കൊണ്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പം നമ്മളെ ലോക്കിയുടെ വെപ്പനെ കൊണ്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അടിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് 10K അടിക്കാൻ സഹായിക്കുക. ഇനി നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമുള്ള മറ്റൊരു സമയം കാണുന്നവരെ ബൈ.